إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. اقرأ باسم ربك الذي خلق خلق الإنسان من علق. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സമാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ച് പ്രാവർത്തികമാക്കി സൽക്കർമ്മനിരതയോടെ ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടണമേ എന്നെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ആമുഖമായി ഉണർത്തുകയാണ്, തഖ്വ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കുന്ന സൽക്കർമ്മങ്ങളിൽ സദാ പങ്കാളികളാകാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 96 അധ്യായം സൂറത്തുൽ അലഖിലെ ആദ്യ ഭാഗത്തുള്ള സൂക്തങ്ങളാണ് ആമുഖമായി എന്നെയും നിങ്ങളെയും ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. പഠന മേഖലകളെ കുറിച്ചും പുതിയ അധ്യയന വർഷം ആരംഭിച്ചത് അതിന്റെ മുന്നോട്ടുള്ള പ്രയാണവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ഒരു അക്കാഡമിക് ഇയർ ആരംഭിച്ചു. മത്സര പരീക്ഷകളിൽ SSLC പ്ലസ് 2 റിസൾട്ടിന് ശേഷം നമ്മുടെ മക്കളുടെ ഉന്നത പഠനവുമായി ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതിന്റെ അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയറുകളുമാണ് പല കുടുംബങ്ങളും പല മക്കളും വിദ്യാർത്ഥികളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തലമുറക്ക് മക്കൾക്ക് സാർത്ഥകമായ ഭാവി പ്രദാനം ചെയ്യുമാറാകട്ടെ. വിദ്യാഭ്യാസം പുതിയ കാലത്ത് ഏറെ പ്രാധാന്യത്തോടെയാണ് സമൂഹവും അതേപോലെ തന്നെ പുതുതലമുറയും രക്ഷിതാക്കളും കുടുംബവും എല്ലാം നോക്കിക്കാണുന്നത്. പണ്ടത്തെ പോലെയുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ ഒരൊറ്റ വർഷം പൂർത്തീകരിക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. മാത്രവുമല്ല, ഡിജിറ്റൽ കാലത്ത് വിജ്ഞാനം വിരൽത്തുമ്പിലാണ്. വിരൽത്തുമ്പുകൊണ്ട് ഡിജിറ്റൽ മീഡിയകളിലൂടെ വിസ്മയം തീർക്കാവുന്ന വിദ്യാഭ്യാസ സാധ്യതകൾ സാങ്കേതിക തികവോടുകൂടിയിട്ട് നടപ്പിലാക്കപ്പെടാനും നേടിയെടുക്കുവാനും സാധിക്കുന്ന ഏറെ അനുഗ്രഹീതമായ സമയം കൂടിയാണ്.
അതേ അവസരത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നമുക്കറിയാം വിവിധതല മൂർച്ചയുള്ള ഒരു ആയുധം പോലെ അതിനെ പക്വതയോടെ, പാകതയോടെ, വിവേകത്തോടെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ ഉണ്ടാകുന്ന അനർത്ഥങ്ങൾ സമൂഹത്തിൽ ഏറെ പ്രയാസം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് വിജ്ഞാനവുമായി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമൂഹം ഏറെ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അറിവന്വേഷണത്തിന്റെ വിവിധ വാതായനങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ നിർവചനത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകരുത്. നമ്മളും അതേപോലെ തന്നെ നമ്മുടെ മക്കളും ആ വിഷയത്തെ സംബന്ധിച്ച് തികഞ്ഞ ബോധ്യമുള്ളവരാകണം. പുതിയ കാലത്ത് വിദ്യാഭ്യാസം നേടുക, അറിവ് നേടുക എന്ന് പറയുന്നത് നല്ല ഒരു പ്രൊഫഷനും അതുവഴി നല്ല ഒരു ജോലിയും സാമ്പത്തിക സാധ്യതയും നേടിയെടുക്കാനുള്ള മാർഗം മാത്രമായി പരിമിതപ്പെടുന്ന ചിന്താഗതികൾക്ക് ഇടം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. എന്നാൽ അറിവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്ന, നല്ല വ്യക്തിത്വമുള്ള, മാന്യനായ മനുഷ്യനാക്കി മാറ്റുന്ന പ്രക്രിയ കൂടിയാണ്. അതുകൊണ്ടാണ് ഫാദർ ഓഫ് അവർ നേഷൻ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വിദ്യാഭ്യാസത്തിന്റെ നിർവചനങ്ങളിൽ പറഞ്ഞു വച്ചത് ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് എന്നാണ്. ഒരു മനുഷ്യന്റെ സർവതല സ്പർശിയായ വികാസത്തിനാണ് വിദ്യാഭ്യാസം എന്ന് പറയുക. എന്നാൽ നിങ്ങൾ നോക്കൂ, പുതിയ കാല ക്യാമ്പസുകൾ, വിദ്യാഭ്യാസ യാത്രകൾ, വിദ്യാഭ്യാസം ലഭിക്കുന്ന മേഖലകൾ, വിദ്യാർത്ഥികൾ അവരെ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. എങ്കിലും സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്നതിനനുസരിച്ച് ഈ നിർവചനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ നിന്ന് പുതുതലമുറ പലപ്പോഴും അകന്നു പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പാടത്തേക്ക്, പാടശേഖരത്തിലേക്ക്, വയലുകളിലേക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസവും നേടാതെ അധ്വാനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിരക്ഷരായ കർഷകർ അവർ ക്യാമ്പസുകളുടെ, കലാലയങ്ങളുടെ, വിദ്യാഭ്യാസങ്ങളുടെ പടിവാതിൽക്കൽ ചെന്നിട്ടുണ്ടാവില്ല, പഠിച്ചടുക്കിയിട്ടുണ്ടാവുകയില്ല. എന്നാൽ പുതിയ കാല വിദ്യാഭ്യാസവും അറിവും നേടാത്ത പാമരരായ സാധാരണക്കാരായ അത്തരം ആളുകളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യത്വം, സംസ്കാരം, വിനയം, വിവിധ കോഴ്സുകളും സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളും PhDകളും PhDകളും അതിൽ അഭിനയിക്കുന്ന ഒരുപാട് സർവകലാശാലകളുടെ വൈസ് ചാൻസലേഴ്സ് വരെ ആകുന്ന ആളുകൾ വർഗീയത സോഷ്യൽ മീഡിയകളിലൂടെ യാതൊരു ലജ്ജയുമില്ലാതെ ഈ കേരളക്കാരിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ടെക്സ്റ്റായി പുറത്തുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ നിർവചനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇസ്ലാമിക ഉമ്മത്ത് അറിവന്വേഷണത്തിന്റെ ആത്മീയ തലങ്ങളെ കുറിച്ച് ആലോചിച്ച് ഐഹികവും ആത്മീയവുമായ വിദ്യാഭ്യാസ അറിവ് നിലവാരത്തെ തിരിച്ചു പിടിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിക്കപ്പെട്ട അധ്യായം, അതിലെ ആദ്യ 5 സൂക്തങ്ങൾ, അതിലെ ആദ്യ പദം തന്നെ വായനയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊരു ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണാൻ സാധ്യമല്ല. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം വായനയും വിജ്ഞാനവും പഠനവും അത്രമേൽ പ്രധാനമില്ലാത്ത ഒരു കാലത്ത്, രക്തച്ചൊരിച്ചിലുള്ള ഒരു കാലത്ത്, വാൾ പരിചയിക്കപ്പെട്ട ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ആദ്യ പദം തന്നെ ഈ വായിക്കുക എന്നാണ്. കാരണം വായനയിലൂടെയാണ് മനുഷ്യന്റെ വികാസവും വിശുദ്ധിയും ഉണ്ടാകുന്നത് എന്നാണ് ആയത്തിലെ ആ പദത്തിന്റെ താല്പര്യം. പക്ഷെ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം എന്നതിനെ കുറിച്ചുള്ള ലിറ്ററസി കൂടി, സാക്ഷരത കൂടി ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പലപ്പോഴും നമ്മുടെ മക്കളിൽ നിന്ന്, തലമുറയിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശുദ്ധ ഖുർആനിലെ 96-ാം അധ്യായം സൂറത്തുൽ അഅലഖിലെ 1 മുതൽ 5 വരെയുള്ള സൂക്തങ്ങളിൽ يقرأ باسم ربك الذي خلق خلق الإنسان من علق يقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم يقرأ ويقرأ പഠിക്കണേ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ സൃഷ്ടിച്ചവന്റെ നാമത്തിൽ, സ്രഷ്ടാവിന്റെ നാമത്തിൽ വായിക്കണം. സ്രഷ്ടാവിനെ അറിയാത്ത, സ്രഷ്ടാവിലേക്ക് എത്താത്ത, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാത്ത വിദ്യാഭ്യാസം എന്തായിത്തീരും എന്നതിന്റെ ഉദാഹരണങ്ങൾ ഉദാഹരിക്കേണ്ടതില്ല. ഏത് മേഖല എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പടച്ചറപ്പിനെ മറപ്പിച്ച് അള്ളാഹുവിനെ മറന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഏത് സർട്ടിഫിക്കറ്റുകളും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്പെടുകയില്ല. പരലോകം അത് വരാനുള്ളതാണ്, അത് വരും.
യാതൊരു സംശയവുമില്ല. എന്നാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് മാറ്റിവെച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന ഡിഗ്രികളും പല സാധ്യതകളും പല വിദ്യാഭ്യാസങ്ങളും ഈ ലോകത്ത് പോലും നമുക്ക് ഉപകാരപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള വിജ്ഞാനികളെ കൊണ്ട് ഈ ലോകം കുറിയുകയാണ്, വലിയ പ്രയാസം സഹിക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നമ്മൾ ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും മാത്രം പഠിച്ചാൽ പോരാ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിക്കഴിഞ്ഞാൽ ജലം ഉണ്ടാകുമെന്നത് സയൻസിന്റെ സൂത്രവാക്യമാണ് എങ്കിൽ അതിന്റെ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ പോർഷന്റെ ആത്മീയ തലമാണ് വെള്ളം ഉണ്ടാകുന്നതിന്റെ ശാസ്ത്രം പഠിക്കുന്നതിനുപരി ആ വെള്ളം ആവശ്യമുള്ള ആളുകളിലേക്ക് അത് എത്തണമെന്നും ദാഹിക്കുന്നവർക്ക് അത് കൊടുക്കപ്പെടണമെന്ന് പഠിക്കുന്നത് സത്താവിലൂടെയാണ്. അതുകൊണ്ട് സുവോളജി പഠിച്ചാൽ പ്രശ്നമില്ല, ബയോളജി പഠിക്കാം, കെമിസ്ട്രി പഠിക്കാം, ഫിസിക്സ് പഠിക്കാം, മെഡിസിൻ പഠിക്കാം, ഏതും പഠിക്കാം. പക്ഷെ തിയോളജി തിയോളജി എന്ന് പറഞ്ഞാൽ ദൈവശാസ്ത്രമാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പേരാണ് തിയോളജി. നീ അറിയണം, പഠിക്കണം. അലിമ എന്ന് പറഞ്ഞാൽ അറിവ് എന്നാണ്. ഇൽമി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ, അറിവ്, നോളജ് എന്നാണ്. പടച്ചറപ്പിന്റെ കൽപ്പനയാണ് ഫഅലം. അതുകൊണ്ട് നീ പഠിച്ചെടുക്കണം. ഇതൊരു വിദ്യാഭ്യാസമാണ്. നമ്മുടെ മക്കളെ SLC അല്ലെങ്കിൽ 1ാം ക്ലാസ് അതല്ലെങ്കിൽ ഹയർ സെക്കൻഡറി, ഡിഗ്രി, 4 വർഷത്തെ കോഴ്സ്, അതല്ലാത്ത കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞയക്കുന്ന സമയത്ത് മദ്രസയിലൂടെ നമ്മുടെ മക്കൾക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുന്നോടിയായി നൽകപ്പെട്ട തിയോളജി അത് അവർ ഏത് ക്യാമ്പസിലേക്കും ഏത് കോഴ്സിലേക്ക് എത്തിച്ചേർന്നാലും ആ കോഴ്സുകളിൽ അവർ പതറിപ്പോകാതെ, ആ കോഴ്സുകളിലൂടെയും കലാലയങ്ങളിലൂടെയും കിട്ടുന്ന കൂട്ടുകെട്ടുകളിലൂടെ അവർ പഠിച്ചെടുക്കുന്ന സംസ്കാരം നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള തിയോളജി, ദൈവശാസ്ത്രം, ദൈവിക ചിന്ത, അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് തന്റെ മക്കളിൽ അങ്കുരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതല്ലെങ്കിൽ വലിയ പ്രയാസമാണ്, വലിയ നഷ്ടങ്ങളുണ്ടാകും. ലഹരിയെ കുറിച്ചായാലും ലിബറലിസത്തെ കുറിച്ചായാലും തോന്നിവാസങ്ങളായിരുന്നാലും ഇപ്പോൾ മീഡിയകളിൽ കറന്റ് അഫയേഴ്സ് ആയി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാഴ്ചകളുണ്ടോ ആ കാഴ്ചകളിലൊക്കെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ല നടക്കുന്നത് എന്നും തിയോളജിയുടെ ദുർബലത കൊണ്ടും അപര്യാപ്തത കൊണ്ടുമാണ് എന്ന് ഇസ്ലാമിക ഉമ്മത്തെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. തുടർന്നാൻ അറിയാം, പടച്ചവനെ പഠിക്കണം. സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യരെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാം. അത് പഠിക്കണം. നിങ്ങൾ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ വാനലോകത്ത് നിന്ന് പടച്ചറപ്പിന്റെ കൽപ്പനയുമായി ജിബ്രീൽ എന്ന മാലാഖ കടന്നു വന്നുകൊണ്ട് ആദ്യമായി പ്രവാചകന് ഓതിക്കൽപ്പിക്കുന്ന സൂത്രത്തിന്റെ കനവും ഗാംഭീര്യവും അതിന്റെ അർത്ഥതലങ്ങളും സത്തയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എംബ്രയോളജിയാണ്, എംബ്രയോളജിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ ഖലഖൽ ഇൻസാന മിൻ അലഖ, ഭ്രൂണത്തിൽ അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭ്രൂണത്തിൽ മാതാവിന്റെ അണ്ടവും പിതാവിന്റെ ബീജവും സംയോജിച്ച് മാതാവിന്റെ ഗർഭാശയത്തിൽ സിദ്ധാന്തമായി ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന മനുഷ്യൻ പടച്ചറപ്പിനെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെടുത്തുകയില്ല. ഒരു കുഞ്ഞിന്റെ വളർച്ച 8-9 മാസ കാലയളവുകൊണ്ട് അതല്ലെങ്കിൽ 10 മാസം കൊണ്ട് ഒരു സിദ്ധാന്തം പൂർണ്ണ വളർച്ചയെത്തുന്ന ഒരു കുഞ്ഞായി മാറുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സത്താവിനെ അറിയുമ്പോൾ, അത്തരത്തിലുള്ള സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതുല്യനായ സൃഷ്ടാവിലൂടെ, അത്ഭുതകരമായ സൃഷ്ടിപ്പിലൂടെ അതുല്യനായ സൃഷ്ടാവിലേക്ക് അറിവിന്റെ അടിസ്ഥാനത്തിൽ നടന്നെടുക്കുമ്പോൾ ആ അട്ടിയുടെ പിഴച്ചു പോകൂല, ആ വിശ്വാസത്തിന് ദുർബലത സംഭവിക്കൂല. കാരണം പടച്ചറപ്പിനെ പഠിച്ച് മനസ്സിലാക്കി പടച്ചറപ്പിലുള്ള വിശ്വാസം യഖീനാക്കി തീർക്കുകയാണ്. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വിശ്വാസം. തിയോളജി നേടിയെടുക്കേണ്ടത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം മുസ്ലിമായി, വിശ്വാസിയായി, ദൈവബോധമുള്ളവനായി എന്ന് പറയുന്നതിനുപരി അള്ളാഹിനെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് ആ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഈമാൻ, വിശ്വാസം ഉണ്ടാകണം. അങ്ങനെയുള്ള വിശ്വാസം യഖീൻ, ദൃഢമായ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരും. അവർ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഈമാൻ, ആ ഈമാനിൽ നിന്ന് ആ ഈമാൻ യഖീനായി തീരുകയും എന്നിട്ട് ആ യഖീനുള്ള ഈമാനിലുള്ള അമൽ
സൽക്കർമ്മനിരതമായി കർമ്മങ്ങളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് ആർജിച്ചെടുക്കപ്പെടണം. അങ്ങനെ നേടിയെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുന്ന ഈ ലോകത്തും 58-ാം അധ്യായം 11-ാം സൂക്തം വിശ്വാസികളെ അള്ളാഹു ഉയർത്തുകയാണ്. പല പദവികളും പല പടവുകളും ഉയർത്തുകയാണ്. നിങ്ങളിൽ നിന്ന് അറിവുള്ളവരെയും വിശ്വാസമുള്ളവരെയും അതുവഴി അറിവ് നേടിയെടുക്കുന്നവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദവികളും പടവുകളും ഉയർത്തുന്നതാണ്. നമുക്ക് വളർച്ചയുണ്ട്, നമുക്ക് സാധ്യതയുണ്ട്. പക്ഷെ സാധ്യത എന്ന് പറയുന്നത് ഈമാൻ ഉണ്ടാണ്. വിശ്വാസികളെയും അതേപോലെ തന്നെ അറിവുള്ളവരെയും അറിവ് നേടിയെടുക്കണം. ശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിഹ 28-ാമത്തെ ആയത്തിൽ ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നമാ യഖ്ശല്ലാഹ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് മിൻ ഇബാദിഹിൽ ഉലമാ ഉലമാക്കളാണ് എന്നാണ്. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതർ, മതപണ്ഡിതർ എന്ന അർത്ഥമല്ല, മറിച്ച് അതിനുപരിയായിക്കൊണ്ട് വിശാലമായ അർത്ഥങ്ങളുണ്ട്. ഉലമാ എന്ന് പറഞ്ഞാൽ അറിവിന്റെ അടിസ്ഥാനത്തിൽ പടച്ചറപ്പിനെ തിരിച്ചറിഞ്ഞവരൊക്കെ ഉലമാക്കളാണ്. ഏത് ശാസ്ത്രം പഠിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ അവർ പടച്ചറപ്പിൽ ഭക്തിയുള്ളവരാണ്. ആ ഭക്തി അവരുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുന്നതാണ്. പടച്ചറപ്പിലേക്കുള്ള അറിവ് എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാലും ആ ജീവിതം ഈ ലോകത്ത് പ്രയാസം ഉണ്ടാക്കുന്നതാകില്ല. അള്ളാഹിനെ കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവും. ഏത് പ്രൊഫഷണൽ, ഡോക്ടറാകട്ടെ, എഞ്ചിനീയറാകട്ടെ, തൊഴിലാളിയാകട്ടെ, മുതലാളിയാകട്ടെ, പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, സമ്പന്നനാകട്ടെ, ദരിദ്രനാകട്ടെ, ഈ ജീവിതത്തിൽ ഏറ്റെടുക്കപ്പെടുന്ന അമാനത്തുകളിൽ പങ്ക് സംഭവിക്കുന്ന അതിൽ വീഴ്ച വരുത്തുന്ന ഒന്നും ഉണ്ടാകാത്ത വിധത്തിലുള്ള വിശ്വാസ ബോധ്യമാണ് അള്ളാഹിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത്. ശുദ്ധ ഖുർആൻ 89-ാം അധ്യായം സൂറത്തുൽ ഫജ്ർ 14-ാമത്തെ ആയത്ത് മനസ്സിലേക്ക് ഓർമ്മ വരും. ജീവിതയാത്രയിൽ നിന്റെ റബ്ബ് നിന്നെ സദാസമയം വീക്ഷിക്കുന്നവരാണ്. സൂപ്പർവൈസർ വേണമെന്നില്ല, മാനേജർ വേണമെന്നില്ല, മുതലാളി വേണമെന്നില്ല, അധ്യാപകർ വേണമെന്നില്ല, രക്ഷിതാക്കൾ ഉണ്ടാകണമെന്നില്ല, നാടോ വീടോ സ്വദേശോ വിദേശോ സോഷ്യൽ മീഡിയകളോ സാമൂഹ്യ ഇടങ്ങളോ എന്ന വ്യത്യാസമില്ല. ഞാൻ എന്ത് പറയണം, പറയരുത്, ചെയ്യണം, ചെയ്യരുത് എന്നതിനെ കുറിച്ചുള്ള ലൈഫ് ലിറ്ററസി പടച്ചറപ്പിനെ കുറിച്ചുള്ള ബോധ്യത്തിലൂടെ ഉണ്ടായിത്തീരും. അതാണ് തിയോളജി, അതാണ് ദൈവശാസ്ത്രം, അതാണ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇതാണ് മക്കളെ ലഭിക്കപ്പെടേണ്ടത്. അവ ഇതുകൂടി ലഭിക്കപ്പെടുന്നു എന്നത് ഉറപ്പുവരുത്തേണ്ട സമയം കൂടിയാണ് പുതിയ അക്കാഡമിക് ഇയറിന്റെ സമയം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവും അന്വേഷണവും പുതിയ കാലത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമം നടത്തുന്ന പരമകാരുണ്യനായ പടച്ചറപ്പിന്റെ ശക്തി വൈഭവങ്ങളിലൂടെ അവനിലേക്ക് അടുക്കുന്ന, അതിനുവേണ്ടി പ്രപഞ്ചത്തെയും ആ പ്രപഞ്ചത്തിൽ കോറിയിടപ്പെട്ട ദൃഷ്ടാന്തങ്ങളെ പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിലെ വിവിധ അധ്യായങ്ങളിലെ സൂക്തങ്ങളെ അടുത്തറിയാനുള്ള വലിയ ശ്രമം ഉണ്ടാകണം. അതിന് വിവിധ സൂറത്തുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. വിശുദ്ധ ഖുർആൻ നിരവധി ആയത്തുകൾ കൊണ്ട്, അധ്യായങ്ങൾ കൊണ്ട് സമ്പന്നമായ, ഏറ്റവും കൂടുതൽ ആയത്തുകളും ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള ജുസാണ് 37 അധ്യായങ്ങൾ, നിരവധി സൂക്തങ്ങൾ. 78-ാം അധ്യായം സൂറത്തുൽ നബവിൽ പരലോകത്തെ കുറിച്ചും പടച്ചറപ്പിനെ കുറിച്ചും ചർച്ച ചെയ്ത് തർക്കിക്കുന്നവരോട് ചിന്തയോടുകൂടി ആ വിഷയത്തെ സമീപിക്കാൻ വേണ്ടി ആ അധ്യായത്തിലെ തുറന്നു വരുന്ന സൂക്തങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പുതിയ കാലത്ത് നമ്മുടെ കുടുംബ ഘടനകളിൽ ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഭൂമിയെ നാം വിരിപ്പാക്കിയില്ലേ, പർവ്വതങ്ങളെ ആണികളും നിങ്ങളെ നാം ഗുണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കിയിരിക്കുന്നു. രാത്രിയെ വസ്ത്രവും ആയത്തും ഞമ്മച്ചും അനുഗ്രഹവും ദൃഷ്ടാന്തവും ഒരുമിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ശാസ്ത്രശാഖകളുടെ ചിന്തകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അധ്യായത്തിന്റെ ആമുഖത്തിൽ അറിയിക്കുന്നത് നമുക്ക്
നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അറിവന്വേഷണങ്ങളിലൂടെ ആത്മാർത്ഥമായി അടുക്കുവാൻ അനുഗ്രഹം ലഭിക്കപ്പെടുന്ന അടിമകളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. الحمد لله الذي أنعمنا بهذه البيئة الطيبة المختلفة، وهو الذي سخر لنا الأرض، والصلاة والسلام على رسوله الكريم الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ സമയ സന്ദർഭങ്ങളിലും എല്ലാ മേഖലകളിലും ബാധിച്ചു പരമകാരുണികനായ പടച്ചവത്തിന്റെ കാരുണ്യം ഈ ലോകത്തും നേടിയെടുക്കുന്ന ഉത്ബുദ്ധരായ വിശ്വാസികളിൽ ഉൾപ്പെടുക അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ജൂൺ 5 വേൾഡ് എൻവയോൺമെന്റ് ലോക പരിസ്ഥിതി ദിനമാണ്. 1974 യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ തുടക്കം കുറിച്ച പരിസ്ഥിതി ദിനം. അന്ന് ആ ദിനത്തിൽ ഓരോ വർഷവും ഒരു പ്രത്യേക പ്രമേയം ഉണ്ടാവും, ഒരു മെസ്സേജ് ഉണ്ടാവും. ആ വർഷം എല്ലാ രാജ്യങ്ങളിലും ഈ ദിനാചരണത്തോട് കൂടിയിട്ട് ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ടോപ്പിക് 74 വലിയ ഒരേ ഒരു ഭൂമി എന്നതായിരുന്നു പ്രമേയം. അത് നിത്യപ്രസക്ത പ്രമേയമാണ് എന്ന് നമുക്കറിയാം. 2026 എത്തിച്ചേരുമ്പോൾ ഈ വർഷത്തെ പ്രമേയം ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ആൻഡ് ഫോർ അവർ ഫ്യൂച്ചർ, അഥവാ പ്രകൃതിയിൽ നിന്ന് പ്രചോദനം കാലാവസ്ഥക്കായി നമ്മുടെ ഭാവിക്കായി എന്ന്. അതും ഇമ്പോർട്ടന്റ് പ്രമേയമാണ്. ഇതിന്റെ ചർച്ചകൾ സ്കൂളുകളിൽ, ക്യാമ്പസുകളിൽ, കോളേജുകളിൽ, വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ വളരെ വിപുലമായി ആഗോളതലത്തിൽ വർണ്ണാഭമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ കൂടുതൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിരിക്കണം. സ്ക്രീനുകളിൽ നിന്ന് മണ്ണിനെയും മരങ്ങളെയും മഴയെയും മഞ്ഞിനെയും മത്സ്യങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം തിരിച്ചറിയാം. എന്നാൽ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേക ദിനത്തെ കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. കാരണം വിശ്വാസികളുടെ ആത്മീയ ബന്ധം, ഇസ്ലാമിക പ്രമാണങ്ങൾ, മേൽ പരാമർശിച്ചതുപോലെ പാരായണം ചെയ്യുന്ന സൂറത്തുകൾ, അധ്യായങ്ങൾ, അതിലെല്ലാം പ്രകൃതിയുമായി, പരിസ്ഥിതിയുമായി, ചുറ്റുപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങൾ. ആ അധ്യായങ്ങളുടെ പേരുകൾ നോക്കൂ നിങ്ങൾ. 2-ാം അധ്യായം സൂറത്തുൽ ബഖറ ബഷീർ എന്നാണ്. 6-ാം അധ്യായം എത്തുമ്പോൾ അൻആം കന്നുകാലികൾ എന്നാണ്. അങ്ങനെ വിവിധ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്തുൽ നഹ്ൽ എന്ന് പറഞ്ഞ തേനീച്ച. അതേപോലെ തന്നെ 27-ാം അധ്യായം സൂറത്തുൽ നംല എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. അതേപോലെ തന്നെ 53-ാം അധ്യായം നക്ഷത്രം, 54 സൂറത്തുൽ ഖമർ ചന്ദ്രൻ, 85-ാം അധ്യായം നക്ഷത്ര മണ്ഡലങ്ങൾ, അതേപോലെ 91-ാം അധ്യായം ശംസ് സൂര്യൻ, 95-ാം അധ്യായം കത്തിയെക്കുറിച്ച്, 105-ാം അധ്യായം ആനയെക്കുറിച്ച്. എങ്ങനെ നമ്മളങ്ങനെ കണ്ണും കൽബും വിവിധ അധ്യായ നാമങ്ങളിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ കണ്ണ് മാത്രമല്ല, കണ്ണിന്റെ കൂടെ കൽബും ഓടിക്കണം. കണ്ണാറില്ലാതെ കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ. മുന്നിൽ കാണും മികവല്ലതിനും പിന്നിലറിയാനില്ല എന്ന് പറയുക. അപ്പൊ അകക്കണ്ണുകൊണ്ടുകൂടി ആലോചിക്കുന്ന സമയത്ത് ഒരു ജൂൺ 5-നെ കാത്തിരിക്കാതെ തന്നെ പ്രകൃതിയോടും പരിസ്ഥിതിയോടും ചുറ്റുപാടിനോടും സഹജീവികളോടും നിർവഹിക്കേണ്ട ദൗത്യം സദാ വിശ്വാസികളുടെ മനസ്സിൽ മതിച്ചുകൊണ്ടിരിക്കും. അഥവാ നമ്മുടെ മനോമുഖരത്തിൽ എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയുണ്ടാവും. എന്നാൽ പുതിയ കാലത്ത് പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഭീഭത്സകമായ അവസ്ഥകൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായം സൂറത്തുൽ റൂമിലെ 41-ാമത്തെ ആയത്തിൽ പണ്ടേ പറഞ്ഞു വച്ചു. കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യന്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചതുപോലെ
മനുഷ്യരായി പ്രവർത്തിച്ചത് കൊണ്ടാണ്. നോക്കൂ, ഇവിടെ മനുഷ്യരില്ല എങ്കിലും ഇവിടെയുള്ള സസ്യങ്ങളും മരങ്ങളും ഇതര ജീവജാലങ്ങളും പ്രകൃതിയുടെ മറ്റ് പ്രതിഭാസങ്ങളും ഒക്കെ മനോഹരമായി, സർഗാത്മകമായി, സന്തുലിതമായി, സമന്തുലിതമായി അത് മുന്നോട്ട് നീങ്ങും. എന്നാൽ സസ്യങ്ങളും നദികളും പുഴയും സമുദ്രവും ഓക്സിജനും ഇതര ജീവജാലങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും ഒക്കെ മനുഷ്യരുടെ ജീവന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. മനുഷ്യരില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജീവിച്ചു പോകാൻ കഴിയും. എന്നാൽ ഇതര ജീവജാലങ്ങൾ സചേതനവും അചേതനവുമായ സർവ്വതും മനുഷ്യന്റെ നിലനിൽപ്പ് കൂടിയാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഈ ദിനാചരണമൊക്കെ നടത്തുന്നത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യന്റെ അസ്തിത്വം നിലനിർത്തുന്നതിന് കൂടിയാണ്. കടയിലും കുഴപ്പവും മാലിന്യവും നിക്ഷേപിക്കണമെന്ന് പ്രശ്നമുണ്ടാക്കുന്ന മനുഷ്യരാണ്. 2018 സ്പെയിനിന്റെ ബീച്ചിൽ, സ്പെയിനിന്റെ കടലോരത്ത് ഒരു തിമിംഗലം അടിഞ്ഞു ചത്തുഭൂമിയാണ്. ആ തിമിംഗലത്തിന്റെ വയറിൽ നിന്ന് 27 കിലോഗ്രാം പ്ലാസ്റ്റിക് ആണ് കിട്ടിയിട്ടുള്ളത്. 27 കിലോഗ്രാം. എന്നിട്ട് അക്യൂസിസ് റിപ്പോർട്ടിൽ അത് ചത്തുപോകാനുള്ള കാരണം അതിന്റെ ദഹന പ്രക്രിയക്ക് പ്രയാസമായി എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് ആരാണ് കടലിലേക്ക് നിക്ഷേപിക്കുന്നത്? കടലിലും അതിന്റെ ജൈവിക പ്രക്രിയയിലും ആവാസ വ്യവസ്ഥയിലും കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർ തന്നെയാണ്. കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രളയങ്ങൾ, അടിക്കടിയുള്ള ഭൂമികുലുക്കങ്ങൾ, അതേപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എൽനിനോ പ്രതിഭാസം. മഴ ലഭിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൂടുതൽ അളവിൽ മഴ, ചൂടാണെങ്കിൽ അതിശക്തമായ ചൂട്. അതിനാണ് എൽനിനോ പ്രതിഭാസം എന്ന് പറയാം. ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നിടത്ത് മനുഷ്യർ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടേതായിട്ടുള്ള ഹീനമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അന്യായമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ ഫലമായി മനുഷ്യർക്കും ഇതര ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ കൂടുതൽ പ്രകൃതിക്ക് ഇണങ്ങി പരിസ്ഥിതിയോടുള്ള ബാധ്യത നിർവഹിച്ച് മുന്നോട്ട് പോകണം. അല്ലാഹുവിന്റെ റസൂൽ ഹദീസിലൂടെയും അറിയിച്ചത്, നിങ്ങളുടെ കയ്യിൽ ഒരു ഫസീല, ഒരു ചെടിയുണ്ടെങ്കിൽ, ഒരു സസ്യമുണ്ടെങ്കിൽ, നാളെ അന്ത്യദിനമാണെങ്കിലും ഇന്ന് നിങ്ങൾ അത് വെച്ച് പിടിപ്പിക്കണമെന്ന് പറയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ പ്രാധാന്യം ഇതിലുപരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങളിൽ, ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ, യാത്രകളിൽ, എല്ലാ ഇടങ്ങളിലും വൃത്തിയും പൊടിപ്പും ഉണ്ടാകണം. മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് പ്രയാസം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലോകവും സാമൂഹിക ചുറ്റുപാടും സഞ്ചാരമായിരിക്കുകയാണ്. നമ്മെ കൊണ്ട് പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഇടുന്ന പ്ലാസ്റ്റിക് അത് ചെറിയ തോട്ടിലൂടെ പിന്നീട് പുഴയിലേക്ക് എത്തി, പുഴയിൽ നിന്ന് വലിയ പുഴയിലേക്ക് എത്തി, ആ പുഴയിൽ നിന്ന് സമുദ്രത്തിലേക്ക് എത്തി, ആ സമുദ്രത്തിൽ നിന്ന് ഒരു ജീവി, ഒരു തിമിംഗലം അത് വിഴുങ്ങി എന്നിട്ട് അത് ചത്തുപോകാൻ കാരണമായി തീർന്നാൽ പടച്ചറപ്പിന്റെ കോടതിയിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് യാത്ര പോകുന്ന സമയത്ത് പ്ലാസ്റ്റിക് കവറിൽ ഒരു മിഠായിയുടെ പ്ലാസ്റ്റിക് കഷ്ണമായിരുന്നാൽ പോലും നമ്മുടെ വാഹനത്തിൽ സൂക്ഷിക്കുകയും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ശേഖരിക്കപ്പെടുന്നതിൽ അത് നിക്ഷേപിക്കുകയും ഹരിത കർമ്മസേന വരുമ്പോൾ അവർക്കത് കൊടുക്കുകയും അതിനൊക്കെ ഒരു വൃത്തിയും വെടിപ്പും സിസ്റ്റവും നടപ്പിലാക്കുന്നത് ഒരു ഭൗതികമായ നിയമങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് മാത്രമല്ല, പ്രവർത്തനങ്ങൾ പരിഗണിക്കപ്പെടുന്നത് അതിന്റെ സദ്വിചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഈ പ്രകൃതിക്കിടങ്ങുന്ന നല്ല വിചാരത്തോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി കഴിഞ്ഞാൽ വലിയ പുണ്യം അതുവഴി നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുതും വലുതുമായ സർവ്വ വിഷയങ്ങളിലും അതിന്റെ ആത്മീയ മെറിറ്റനുസരിച്ചുകൊണ്ട് നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള പക്വതയും വിജ്ഞാനവും നമുക്ക് നമ്മുടെ മക്കൾക്കും നൽകുമാറാകട്ടെ. അറിവില്ലായ്മ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ മേഖലകളിൽ മതപരമായി നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ അനുഷ്ഠാന കർമ്മങ്ങളെ, ചൊല്ലുന്ന ദിക്റുകളെയും പാരായണം ചെയ്യുന്ന സ്വലാത്തിനെയും ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന പാരായണം ചെയ്യുന്ന ആയത്തുകളെയും നീ നിർണയിച്ചു വെച്ച പ്രതിഫലം നൽകി നീ പങ്കു ചെയ്യാനാണ് ആധാരം. മരണപ്പെട്ട ഞങ്ങളുടെ ഇഷ്ട മാതാപിതാക്കൾ, പ്രിയങ്കരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമേ നാഥാ.
അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വിടവാർന്ന പ്രാർത്ഥന കൂസിയത്ത് പറഞ്ഞവർ, രോഗമുള്ള പ്രയാസപ്പെടുന്നവരിൽ ചികിത്സ നേടിക്കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈർ നൽകണമേ റബ്ബേ. സഹോദരൻ ഈ പ്രദേശത്തുള്ള സഹോദരൻ ഒരു സർജറിക്ക് വിധേയമാവുകയാണ്, ഹാർട്ട് സംബന്ധമായ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് പൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. സർജറിയിൽ ലഭിക്കുന്ന ചികിത്സയിൽ ഫലദായകമാക്കി തീർക്കുമാറാകട്ടെ. നമ്മിലും പലരും പല അസുഖങ്ങൾക്കും വേണ്ടി ചികിത്സ നടത്തുന്നവരാണ്, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹുവേ നീയാണ് ഷാഫി. അദ്ദേഹത്തിന് ഞങ്ങളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഈ പൂർണ്ണ ശമനം നൽകണമേ നാഥ. അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും നീ സഫലമാക്കി തീർക്കണമേ റബ്ബേ. ന്യായമായ ഞങ്ങളുടെ അഭിലാഷ ആവശ്യങ്ങളെ നീ നിവർത്തിച്ചു തരണമേ നാഥ. അല്ലാഹുവേ പുതിയൊരു അധ്യയന വർഷം ആരംഭിച്ചു. ഈ പുതിയ കാലത്തിന്റെ ഒരു തിന്മയിലും കെടുതിയിലും പെടാതെ ആത്മീയതയും ഭൗതിക വിദ്യാഭ്യാസവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വിവേകവും ശുദ്ധിയും വിജ്ഞാന ബോധ്യവും ഈ തലമുറക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണമേ നാഥ. എല്ലാ തരത്തിലുമുള്ള അധർമ്മങ്ങളിൽ നിന്ന്, അനാവശ്യങ്ങളിൽ നിന്ന്, അനാശാസ്യങ്ങളിൽ നിന്ന് പാടെ മാറി നിൽക്കുവാനുള്ള തഖ്വയും തൗഹീദും തസ്ബീഹും തറബീയത്തും നിലനിർത്തി തരണമേ റബ്ബേ. അല്ലാഹുവേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അശാന്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രശാലികൾ, സൈനിസ്റ്റ് സാമ്രാജ്യ തരൂണികൾ, അവരെ നീ നിന്ദരാക്കി തീർക്കണമേ റബ്ബേ. അവരെ നീ നശിപ്പിക്കണമേ നാഥ. സമാധാനം ആഗ്രഹിക്കുന്നവരുടെ അല്ലാഹുവേ സമാധാനവും ശാന്തിയും നീതിയും ആവശ്യിക്കുന്നവർക്ക് നീ വിജയവും നിലനിൽപ്പും പ്രദാനം ചെയ്യണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم انصر إخواننا في فلسطين. اللهم انصر المظلومين في غزة. اللهم انصر المظلومين في الشرق الأوسط. اللهم انصر المظلومين في بلدان الخليج. اللهم انصر المظلومين في لبنان. اللهم انصر المظلومين في إيران. اللهم انصر المظلومين في جميع أنحاء العالم. اللهم دمر من دمرهم، أهلك من أهلكهم، شتت من شتتهم، مزق أفكار وأعمال وخطوط الصهيونيين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. والصلاة والسلام على رسولك الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين.